പശ്ചിമേഷ്യൻ കടലിലെ യുദ്ധ സാഹചര്യങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അതീവ ഗൗരവതരമാണ്. അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും തുടർന്നുണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്ന ഇറാൻ നാവികസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ വൻ ശക്തിയായ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. 7 മിസൈലുകളാണ് എബ്രഹാം ലിങ്കനിൽ പതിച്ചതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതോടെ ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇറാന്റെ ഈ സൈനിക കരുത്തിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് പശ്ചിമേഷ്യൻ തീരങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ മേഖലയിലെ അധികാര സമവാക്യങ്ങൾ അടിമുടി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സേനയ്ക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് USS ജെറാൾഡ് R. ഫോർഡിന്റെ പിന്മാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ഈ വിമാനവാഹിനി കപ്പൽ 10 മാസത്തിലേറെയായി സമുദ്രമധ്യത്തിൽ തുടർച്ചയായി നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ നിരന്തരമായ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും പുറമെ കപ്പലിനുള്ളിലെ സാങ്കേതിക തകരാറുകളും അമേരിക്കൻ നാവികസേനയെ തളർത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഈ കപ്പലിന്റെ പിന്മാറ്റം മേഖലയിൽ വലിയൊരു അധികാര ശൂന്യത സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭയമാണ് ഇത്തരമൊരു പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം തിരിച്ചടികൾ വൈറ്റ് ഹൗസിനെ വലിയ ആശങ്കയിലാക്കുന്നു. അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളുടെ പരമ്പരയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. എബ്രഹാം ലിങ്കന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ 3ാമത്തെ യുദ്ധക്കപ്പലിലും തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നു. കപ്പലിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ തീപിടുത്തത്തിൽ എഞ്ചിൻ തകരുകയും കപ്പലിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. ഇറാനുമായുള്ള യുദ്ധ സാധ്യതകൾ നിലനിൽക്കെ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഒന്നൊന്നായി നശിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. സാങ്കേതിക മികവിൽ ലോകത്തെ വിസ്മയിപ്പിച്ചിരുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് ഇത്തരത്തിൽ തുടർച്ചയായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അവരുടെ പ്രതിരോധ വ്യവസ്ഥയിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നിരുന്നാലും തങ്ങളുടെ പടക്കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ടെഹ്റാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. കൂടുതൽ സൈനിക സജ്ജീകരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാത്രം കാണാൻ സാധിക്കില്ല. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കാണെന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ തകർക്കപ്പെടുന്നതും അവ പിന്മാറുന്നതും ഇറാന്റെ സ്വാധീന മേഖലയിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ധനവില വർധനവിനും അതുവഴി ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കും കാരണമായേക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് തൊഴിലിനായി ഈ മേഖലയെ ആശ്രയിക്കുന്നത്. അവിടെയുണ്ടാകുന്ന ഒരു യുദ്ധ സാഹചര്യം മലയാളികളുടെ ജീവിതത്തെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ഓരോ ആക്രമണ വാർത്തയും വലിയ ആശങ്കയോടെയാണ് പ്രവാസി കുടുംബങ്ങൾ നോക്കിക്കാണുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ അടുത്ത കാലത്തായി വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇറാനിയൻ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നത് പെന്റഗണിനെ അമ്പരപ്പിക്കുന്നുണ്ട്. നേരത്തെയും അമേരിക്കൻ ഡ്രോണുകളെയും മറ്റും ഇറാൻ വെടിവെച്ചിട്ടുണ്ടെങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിന് നേരെ ഇത്രയും പ്രഹരശേഷിയുള്ള ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. USS എബ്രഹാം ലിങ്കൻ പോലെ ഒരു ഭീമൻ കപ്പലിനെ ലക്ഷ്യം വെക്കാൻ ഇറാൻ കാണിച്ച ധൈര്യം അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ ഇമേജിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് ഇറാന്റെ ഓരോ നീക്കങ്ങളും. പ്രതിരോധ മേഖലയിലെ ഈ വൻ ശക്തികളുടെ ഏറ്റുമുട്ടൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വിത്തിടുമോ എന്ന പേടിയിലാണ് ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ സംഭവങ്ങൾ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കുന്നത്. ഇസ്രയേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ വലിയ ജാഗ്രതയിലാണ്. അതേസമയം മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ഇറാൻ അനുകൂല രാജ്യങ്ങൾ കരുതുന്നു. യുദ്ധത്തിന് മുൻപുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേന നേരിടുന്നത്. തങ്ങളുടെ കപ്പലുകൾക്ക് സംഭവിക്കുന്ന സാങ്കേതിക തകരാറുകളും ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളും ഒരേ സമയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ. പ്രസിഡന്റ് ട്രംപ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ സൈനിക നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. സ്വന്തം സൈനികരുടെ ജീവനും വിലപിടിപ്പുള്ള യുദ്ധ സാമഗ്രികളും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം അമേരിക്കൻ ജനതയ്ക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് കണ്ടറിയണം.
ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സമുദ്രാതിർത്തികളിൽ ഇന്ന് അശാന്തിയുടെ പുകപടലങ്ങൾ ഉയരുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും വമ്പൻ ആയുധ ശേഖരവുമുള്ള അമേരിക്കയും തങ്ങളുടെ മണ്ണും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനികമായ നീക്കങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്നവയായിരിക്കും. ഇറാന്റെ കരുത്തിന് മുന്നിൽ അമേരിക്ക ശരിക്കും വിറയ്ക്കുകയാണോ, അതോ ഇത് മറ്റൊരു വലിയ സൈനിക നീക്കത്തിന് മുന്നോടിയായുള്ള തന്ത്രപരമായ പിന്മാറ്റമാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഒന്നുറപ്പാണ്, പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുകയുന്ന ഈ വാർത്തകൾ ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.